Hello friends, welcome to my channel. My name is Dejo Johnson. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളെൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടുവെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്നും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് ഡിപ്രഷൻ അഥവാ വിഷാദം. ഈ ഒരു വിഷയം ഞാൻ എടുക്കുവാൻ കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പലവിധ വാർത്തകളും പലവിധ ഓരോ സിറ്റുവേഷൻസും നമ്മൾ കാണുന്നുണ്ട്. പല വ്യക്തികളും എന്തിനൊക്കെയോ വേണ്ടി തിരക്ക് പിടിച്ച് ഓടി പലവിധ കാര്യങ്ങൾ കൂടെ നടന്നുപോയി. എന്നാൽ അവസാനം അവർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ടും ഇങ്ങനെയാണല്ലോ പോകുന്നത് എന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു ദുഃഖമായ ഒരു മനോഭാവം കൊണ്ട് പല വ്യക്തികളെയും നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന വ്യക്തിയും അതിൽ ഉൾപ്പെട്ട ഒരാളായിരിക്കാം, അല്ലാതിരിക്കാം. ഇപ്പോൾ ഞാനിത് പറയാൻ പോകുന്നത്, നമ്മൾ ഇങ്ങനെയുള്ള വരുന്ന സാഹചര്യങ്ങളും ഈ വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങനെ എന്തെല്ലാം നമുക്കൊരു ഇതിൽ ഒഴിഞ്ഞു മാറാൻ എങ്ങനെ സാധിക്കും എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല വ്യക്തികളെയും കാണുമ്പോൾ അതെപ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഒരു മനസ്സ് സന്തോഷമായിരിക്കില്ല. നമ്മൾ എപ്പോഴും പഴഞ്ചൊല്ലുകൾക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, മനസ്സാണ് മുഖത്തിന്റെ കണ്ണാടി. മനസ്സിന്റെ വിഷമങ്ങൾ, കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളുടെ മുഖത്ത് കാണിക്കും. നമ്മളെപ്പോഴും ദുഃഖിച്ച് അല്ലെങ്കിൽ ആലോചിച്ച് എങ്ങനെ ഇരിക്കും. പക്ഷെ ഇതിനകത്ത് എന്താണ് ആലോചിക്കുന്നത്, എന്താണ് ദുഃഖിക്കുന്നത് കാരണം അവരുടെ ചോദിച്ചാൽ അവർക്ക് അറിയില്ല. പക്ഷെ അവർ ആ ഒരു സിറ്റുവേഷൻ കൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നും ആരോട് തുറന്ന് പറയാൻ സാധിക്കാത്ത, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരോട് പറയാൻ പറ്റുക എന്നുള്ളൊരു വലിയൊരു മനോവ്യത അവർക്കുണ്ട്. ഒന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമേ പലർക്കും ഉണ്ടാവും. പക്ഷെ അവരോട് പറയാതെ അത് പറഞ്ഞ് മൂടിക്കെട്ടി അതിന് വീർത്ത് ആ ഒരു രീതിയിൽ അവരുടെ സന്തോഷങ്ങൾ അവർ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പല ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില വ്യക്തികളെ നമ്മൾ കാണാനായിട്ടുണ്ട്, അവർ ഇപ്പോഴുള്ള സന്തോഷത്തെ അവർ കാണുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് അവരുടെ കയ്യിൽ ഒരു സൈക്കിൾ ഉണ്ട്. ഉദാഹരണമാണ്, സൈക്കിൾ ഉണ്ട്, നല്ലൊരു സൈക്കിൾ. ഒരു സൈക്കിൾ കൊണ്ടുവന്നും അവര് കടകളിലേക്കും മറ്റു ഫ്രണ്ട്സ് കാണാനും പല സ്ഥലങ്ങളിലേക്കും അവർ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ആ ഫ്രണ്ട് വേറൊരു ഫ്രണ്ട് അല്ലെങ്കിൽ വേറൊരു പരിചയക്കാരൻ കണ്ടു. അദ്ദേഹത്തിന് നല്ല വണ്ടി ഇരിക്കുന്നു, മോട്ടോർ സൈക്കിൾ. അധികം അവൾ മോട്ടോർ സൈക്കിൾ കൊണ്ട് പോകുന്നു, കണ്ണാടിയൊക്കെ വെച്ച് നല്ല രീതിയിൽ നല്ല സ്പീഡിൽ പോകുന്നു. അപ്പോൾ ഈ കണ്ട ഇദ്ദേഹത്തിന് മനസ്സിലെ വിഷമം, എനിക്കതില്ലല്ലോ, എനിക്കത് എന്ന് കിട്ടും, എനിക്കത് കിട്ടുമ്പോഴേ ഞാൻ സന്തോഷവാനാവുള്ളൂ എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം ആ ഒരു സങ്കടം മനസ്സിൽ എപ്പോഴും വെച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ സന്തോഷത്തെയും അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയും അത് ബാധിക്കുന്നു. പക്ഷെ നേരെ മറിച്ച് ഈ സൈക്കിളെങ്കിലും ഉണ്ടല്ലോ, അതുമില്ലാത്ത ആൾക്കാർ ഈ സമൂഹത്തിൽ എത്ര പേരുണ്ടെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ആ ഒരു മനോവിഷമത്തിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ അത് എപ്പോഴും ഇല്ലാത്തതിലേക്കാണ് നമ്മൾ കണ്ണുകൾ. അത് മനുഷ്യന് സ്വതവേയുള്ള ഒരു പ്രകൃതമാണ്. പക്ഷെ അങ്ങനെയാണ്, ഇല്ലാത്തതും വെട്ടിപ്പിടി